ഹായ് ടിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ സെക്കൻഡ് ടൈം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്സ് ആണ് കേട്ടോ സബ്ജക്റ്റ്. മലയാളം മീഡിയവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ എടുക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. STD4 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിൽ ടെക്സ്റ്റ് ബുക്കും അതുപോലെ STD4 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് 6 കസേരയും 4 മേശയും വാങ്ങാൻ അധ്യാപകർ തീരുമാനിച്ചു. അധ്യാപകരുടെ യോഗത്തിൽ അവതരിപ്പിച്ച വില വിവരം താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ ഇനത്തിനും എത്ര രൂപ ചെലവാകും? കസേര 475 രൂപ, മേശ 1524 രൂപ. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടീച്ചേഴ്സ് ഡിസൈഡഡ് ടു ബൈ 6 ചെയേഴ്സ് ആൻഡ് 4 ഡെസ്ക് ഫോർ ദ സ്കൂൾ കമ്പ്യൂട്ടർ ലാബ്. Below is the price information presented in the teacher meeting. Chair Rs 475 rupees, desk Rs 1524 rupees. How much will each item cost? എന്താണ്? കമ്പ്യൂട്ടർ ലാബിലേക്ക് കസേരകളും മേശയും വാങ്ങുന്നുണ്ട്. 6 കസേരയും 4 മേശയും 6 ചെയേഴ്സ് ആൻഡ് 4 ടേബിൾസ് അല്ലെങ്കിൽ 4 ഡെസ്ക് ആണ് വാങ്ങിയത് കേട്ടോ. അപ്പം അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആകെ ചിലവ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ ചെയ്യുക? യെസ്, നമുക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. കസേരയുടെ എണ്ണം നമ്പർ ഓഫ് ചെയേഴ്സ് ഈക്വൽ ടു 6 ആണല്ലേ. ഒരു കസേരയുടെ വില കോസ്റ്റ് ഓഫ് 1 ചെയർ ഈക്വൽ ടു എത്രയാണ്? 475, 475 റുപ്പീസ്. 6 കസേരയുടെ വില എത്രയാണ്? കോസ്റ്റ് ഓഫ് 6 ചെയേഴ്സ് ഈക്വൽ ടു 475നെ 6 വെച്ച് ഗുണിക്കാം. ഓക്കെ, 475 475നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 2850, 2850 എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് നോക്ക്. അപ്പോൾ 6 കസേരകൾക്ക് വേണ്ട ചിലവ് എത്രയാണ്? 2850 റുപ്പീസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടേബിളിന് അല്ലെങ്കിൽ ഡെസ്കിനെയാണ് ചോദിക്കുന്നത്. മേശയുടെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ. മേശയുടെ എണ്ണം നമ്പർ ഓഫ് ഡെസ്ക് ഈക്വൽ ടു 4. ഒരു മേശയുടെ വില കോസ്റ്റ് ഓഫ് 1 ഡെസ്ക് ഈക്വൽ ടു 1524, 1524 രൂപയാണല്ലേ. 4 മേശയുടെ വില എത്രയായിരിക്കും അപ്പോൾ? കോസ്റ്റ് ഓഫ് 4 ഡെസ്ക് ഈക്വൽ ടു 1524നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 1524 ഇൻറ്റു എത്ര? 4. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6096, 6096 രൂപ എന്ന് കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ചിലവ് അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. What is the time shown after 9 hours 29 minutes and 59 seconds? 9 മണി 29 മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞുള്ള സമയം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത്? 59 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? അടുത്ത മിനിറ്റ് ആയിരിക്കും അല്ലേ. 1 മിനിറ്റ് ഈക്വൽ ടു 16 സെക്കൻഡ്സ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. യെസ്, അപ്പോൾ എത്രയായിരിക്കും മക്കളെ സമയം? 9 hours 29 മാറിയിട്ട് എത്രയാവും? 30 minutes and 0 seconds. ഓക്കെ, 9:30 മണി ആയിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. പരിസര പഠന ക്ലാസ്സിൻ്റെ ഭാഗമായി കുട്ടികൾ ടീച്ചറോടൊപ്പം രാവിലെ 10:15 ജൈവവൈവിധ്യ ഉദ്യാനം സന്ദർശിക്കാൻ ഇറങ്ങി. നിരീക്ഷണം കഴിഞ്ഞ് 11:10 AM ക്ലാസ്സിൽ തിരിച്ചെത്തി. നിരീക്ഷിക്കാനെടുത്ത സമയം എത്ര എന്നാണ് ചോദ്യം അല്ലേ. ആസ് പാർട്ട് ഓഫ് ദ എൻവയോൺമെൻറ്റൽ സയൻസ് ക്ലാസ്, ചിൽഡ്രൻ സെറ്റ് ഔട്ട് ടു വിസിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക് അറ്റ് 10:15 AM വിത്ത് ദെയർ ടീച്ചർ. ആഫ്റ്റർ ഒബ്സർവേഷൻ ദേ റീച്ച്ഡ് ദ ക്ലാസ് അറ്റ് 11:10 AM. ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ഫോർ ദ ഒബ്സർവേഷൻ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പം എന്താണ്? ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പോയി അല്ലെങ്കിൽ കൃഷിസ്ഥലത്ത് പോയിട്ട് 10:15 അവർ പോയത്. തിരിച്ച് ക്ലാസ്സിൽ 11:10 എത്തിയിട്ടുണ്ട്. അപ്പം എത്ര സമയം അവരാ എന്താ പറയുക ആ സ്ഥലത്ത് ആ പാർക്കിൽ ചിലവഴിച്ചു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെ കണ്ടെത്താം? 10:15 മുതൽ 11:15 വരെ എത്ര വേണം?
ഒരു മണിക്കൂർ വേണം അല്ലേ, അഥവാ 10:15 മുതൽ 10:15 മുതൽ 11:15 വരെ എത്ര വേണം? 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ വേണം. ഓക്കെ, ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 11:10, 11:10 ആയപ്പോഴേക്കും അവർ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പം എന്താണ്, ആ 60 നിന്ന് ബാക്കിയുള്ള 5 ഇല്ലേ, 15 വരെയല്ലേ, 11:15 വരെയല്ലേ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ്. 11:10 ആയപ്പോഴേക്കും അവർ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റ് മുമ്പേ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 60 നിന്ന് ആ 5 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും, 55 മിനിറ്റ്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10:15 മുതൽ 11 മണി വരെ എത്ര സമയം എടുക്കും? 10:15 അല്ലേ, 10:15 ആണ് സമയം. 10:15ലേക്ക് 10 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 25. 10:25 അല്ലെങ്കിൽ 10:25, 10:35, 10:45, 10:55, 55 വരെ അല്ലെങ്കിൽ 10:15 വരെ നമുക്ക് എത്ര കിട്ടും? 40 മിനിറ്റ്, 40 മിനിറ്റ്സ് എന്ന് കിട്ടും. 11 വരെ അപ്പോൾ എത്ര ഉണ്ടാവും? 45 മിനിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ആ 45 മിനിറ്റ്സിലേക്ക് എക്സ്ട്രാ ഉള്ള 11:10 അല്ലേ, ആ 10 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 45 + 10 = 55. എങ്ങനെ നോക്കിയാലും നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 55 മിനിറ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. 55 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ കുട്ടികൾ 55 മിനിറ്റ്, 55 മിനിറ്റ്സ് ആ പാർക്കിൽ ചിലവഴിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാർച്ച് 28 ഈസ് എ തേഴ്സ്ഡേ. മാർച്ച് 28 വ്യാഴാഴ്ചയാണ്. വാട്ട് ഡേ വാസ് മാർച്ച് 11? മാർച്ച് 11 ഏത് ദിവസമായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ മക്കളെ ചെയ്യുക? നമുക്കിവിടെ തന്നിട്ടുള്ളത് മാർച്ച് 28 തേഴ്സ്ഡേ ആണ്, അല്ലെ മാർച്ച് 28 വ്യാഴാഴ്ചയാണ് എന്ന് മാത്രമാണല്ലേ. മാർച്ച് 11 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാനും. അപ്പോൾ എന്ത് ചെയ്യും മക്കളെ? ഒരു കലണ്ടർ വരയ്ക്കുക, എന്നിട്ടോ മാർച്ച് 28 തേഴ്സ്ഡേക്ക് നേരെ എഴുതാം. ഓക്കെ, എന്നിട്ട് ഒന്നുകിൽ മക്കൾക്ക് 27, 26, 25 അങ്ങനെ ബാക്കോട്ട് എഴുതി പോയാൽ നമുക്ക് മാർച്ച് 11 കിട്ടും. അതൊരു മാർഗമാണ്. 27, 26, 25, 24, 23 അങ്ങനെ ബാക്കോട്ട് എഴുതി പോയാൽ നമുക്ക് എത്ര കിട്ടും? മാർച്ച് 11 കിട്ടും. അതർവൈസ് മറ്റൊരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം 7 ഓരോ ആഴ്ചയിലും 7 കൂടി വരുന്നതാണല്ലേ. ഇപ്പോൾ 28 ആണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച, അതിന് ഒരു വ്യാഴാഴ്ച 28 ആണ് തന്നിട്ടുണ്ടല്ലേ, ഒരു തേഴ്സ്ഡേ 28 ആണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച തേഴ്സ്ഡേ ഏതായിരിക്കും ദിവസം? ഈ 28 നിന്ന് 7 മൈനസ് ചെയ്താൽ മതി. 7 ദിവസമല്ലേ ഉള്ളത്, അപ്പോൾ 7 മൈനസ് ചെയ്താൽ മതി. എത്രയായിരിക്കും? 21 ആയിരിക്കും അല്ലേ, 21 ആയിരിക്കും. ആ 21 നിന്ന് വീണ്ടും 7 മൈനസ് ചെയ്യുക, 7 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. 14ൻ്റെ തൊട്ടടുത്തല്ലേ മക്കളെ 11. യെസ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 14 നിന്ന് ബാക്കോട്ട് എഴുതിയാൽ മതി. 13, 12, 11. ഓക്കെ, 11 അപ്പോൾ ഏത് ദിവസമായിട്ട് നമുക്ക് കിട്ടും? തിങ്കളാഴ്ചയാണ് അല്ലെങ്കിൽ മൺഡേ ആണെന്ന് കിട്ടും അല്ലേ. അപ്പം ഇങ്ങനെയും മക്കൾക്ക് ചെയ്യാം കേട്ടോ. മക്കൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി എഴുതിയാൽ മതി, തെറ്റാതെ കിട്ടുന്ന രീതി എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, അല്ലെങ്കിൽ ആ പദസൂര്യം പൂരിപ്പിക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരുന്നു. ലെറ്റ്സ് ഫിൽ ഇറ്റ് അല്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 24 ആണ് നമുക്ക് കിട്ടേണ്ടത്. നോക്ക്, 3 × 8 ആണ് 24. അതുപോലെ 8 × 3 24 ആണ്. അതുപോലെ വേറെ എന്തൊക്കെയാണ് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും മക്കളെ? ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ എളുപ്പമുള്ളൊരു എഴുതാല്ലേ. 24 × 1, 1 × 24, 24 × 1. പിന്നെ 12 × 2, 2 × 12. ഓക്കെ, പിന്നെ അവസാനമായിട്ട് നമുക്ക് ഏതൊക്കെ എഴുതാം? 6 × 4, അതുപോലെ 4 × 6 24 ആണല്ലേ. അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ഉറപ്പായിട്ടും എഴുതണേ, വിട്ടുപോകരുത് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കൂ, സീ ദ രജിസ്റ്റർ ഷോയിങ് ദ വെയ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് സോൾഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഫൈൻഡ് ദ എമൗണ്ട് ഗോഡ് ഫോർ ഈച്ച്. ആദ്യ ദിവസം വിറ്റ പച്ചക്കറികളുടെ തൂക്കവും വിലയും കാണിക്കുന്ന രജിസ്റ്റർ നോക്കൂ. ഓരോന്നിലും ലഭിച്ച തുക കണ്ടെത്തുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതല്ലേ. നമുക്ക് പച്ചക്കറികൾ വിറ്റ തൂക്കം 1 കിലോയ്ക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പച്ചക്കറികളുടെ പേരും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, വെജിറ്റബിൾസിൻ്റെ നെയിമൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കാമല്ലോ. വെണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഡി ഫിംഗർ.
ഓക്കെ, വിറ്റ തൂക്കം എത്രയാണ് വെയിറ്റ് 100 കിലോഗ്രാം. 1 കിലോയ്ക്ക് വില. പ്രൈസ് ഫോർ 1 കിലോഗ്രാം എത്രയാണ് 45 റുപ്പീസ് ആണ്. നെക്സ്റ്റ് തക്കാളി ടൊമാറ്റോ 200 ആണ് വെയിറ്റ്. അതിൻ്റെ പ്രൈസ് എത്രയാണ് 18 റുപ്പീസ് 18 രൂപയാണ്. നെക്സ്റ്റ് വെള്ളരിക്ക കുക്കുംബർ, അപ്പോൾ എത്രയാണ് 80 ആണ്. അതിൻ്റെ പ്രൈസ് എത്രയാണ് 30 രൂപ 30 റുപ്പീസ്. നെക്സ്റ്റ് അടുത്തത് കൈപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ബിറ്റർ ഗാർഡാണല്ലേ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് തൂക്കം 40 കിലോഗ്രാം ആണ്. 1 കിലോയ്ക്ക് വില എത്രയാണ് 25 റുപ്പീസാണ് പ്രൈസ്. നെക്സ്റ്റ് അടുത്തത് പയറാണ്, പീസാണ്. ഇപ്പം എന്താണ് 60 കിലോഗ്രാം ആണ്. അതിൻ്റെ പ്രൈസ് 50 റുപ്പീസ് 50 രൂപയാണല്ലേ. ഇനി നെക്സ്റ്റ് അവിടെ അടുത്ത് തന്നെ ഒരു ബോക്സ് ഉണ്ട് അല്ലേ. ആകെ കിട്ടിയ തുക ടോട്ടൽ പ്രൈസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഓരോന്നിനും എത്ര രൂപ വീതം കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര കിലോയ്ക്കാണോ തൂക്കിയത്, അഥവാ വെണ്ടയ്ക്കയുടേതാണെങ്കിൽ 100 ആകെ വെയിറ്റ് അല്ലേ, വിറ്റ തൂക്കം 100. അതിനെ 1 കിലോയുടെ വിലയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 × 45 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ലേഡി ഫിംഗറിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കാം? 45 × 100 = 4500. നെക്സ്റ്റ് നോക്കൂ, തക്കാളി അല്ലേ, ടൊമാറ്റോനോട് ചോദിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും ടൊമാറ്റോയുടെ പ്രൈസ്? 200 × 18 ചെയ്താൽ മതി. 200 × 18 എത്രയാണ് മക്കളെ? 3600 ആണ്. 3600 രൂപയായിരിക്കും തക്കാളിയുടെ ആകെ തുക കേട്ടോ. അടുത്തത് ക്യുക്കുംബർ ആണ്, വെള്ളരിക്കയാണ്. 80 × 13 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 80നെ 30 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഗുണിക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും മക്കളെ? അതെ, 2400 എന്ന് കിട്ടും അല്ലേ, 2400. അടുത്തത് ബിറ്റർ ഗാർഡിനെയാണ്, കൈപ്പക്കയുടെ വിലയാണ് നമ്മൾ അറിയേണ്ടത്. 40നെ 25 മൾട്ടിപ്ലൈ ചെയ്യണം. 40നെ 25 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 1000 രൂപയായിരിക്കും അല്ലേ, 1000 റുപ്പീസ് ആയിരിക്കും കിട്ടുന്നത്. അവസാനമായിട്ട് പയറിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യുക? 60 × 50 ചെയ്യണം അല്ലേ. 60നെ 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3000 റുപ്പീസ് 3000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ആ പട്ടിക പൂർത്തിയാക്കാൻ മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ദ സൈറ്റ് സീയിങ് ട്രിപ്പ് സ്റ്റാർട്ടഡ് അറ്റ് 5:30 ഇൻ ദ മോർണിംഗ് ഫ്രം നിധി സ്കൂൾ. നിധിയുടെ സ്കൂളിൽ നിന്നും രാവിലെ 5:30 വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടു ബസ്. ഓക്കെ, ആഫ്റ്റർ വിസിറ്റിംഗ് സെവറൽ പ്ലേസസ് ദേ കെയിം ബാക്ക് അറ്റ് 5:30 ഇൻ ദ ഈവനിങ്. ഹൗ മച്ച് ടൈം ഡിഡ് ദ ട്രിപ്പ് ടേക്ക്? അപ്പോൾ എന്താണ്, അവർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സന്ദർശിച്ച് വൈകിട്ട് 5:30 സ്കൂളിൽ തിരിച്ചെത്തി. യാത്രക്കെടുത്ത സമയം എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. രാവിലെ 5:30 5:30 പോയിട്ട് വൈകിട്ട് 5:30 വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് തന്നിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവും സെയിം ടൈമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ദിവസം സെയിം ടൈം ആവുമ്പോൾ അതിന് ഇടയിലുള്ള സമയം എത്രയായിരിക്കും? 12 മണിക്കൂറായിരിക്കും കേട്ടോ. അതുമല്ല, ഈ മക്കൾക്ക് ഡൗട്ടാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എഴുതി കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കൂ, 5:30 to 6:30 5:30 മുതൽ 6:30 വരെ എത്രയാണ്? 1 മണിക്കൂറായി. 6:30 to 7:30 2 മണിക്കൂറായി. 7:30 മുതൽ 8:30 വരെ 3 മണിക്കൂറായി. 8:30 to 9:30 4 മണിക്കൂറായി. 9:30 to 10:30 5 മണിക്കൂറായി. 10:30 to 11:30 6 മണിക്കൂറായി. 11:30 മുതൽ 12:30 വരെ 7 മണിക്കൂറായി. 12:30 മുതൽ 1:30 വരെ 8 മണിക്കൂറായി. 1:30 മുതൽ 2:30 വരെ 9 മണിക്കൂറായി. 2:30 മുതൽ 3:30 വരെ 10 മണിക്കൂറായി. 3:30 മുതൽ 4:30 വരെ 11 മണിക്കൂർ. 4:30 മുതൽ 5:30 വരെ 4:30 മുതൽ 5:30 വരെ എത്രയായി? 12 hours ആയി, 12 മണിക്കൂറായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, നമുക്ക് അവിടെ ഒരു കലണ്ടറിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് അല്ലേ, എ പാർട്ട് ഓഫ് ദ കലണ്ടർ. ഓക്കെ, ഇതൊരു കലണ്ടറിൻ്റെ ഭാഗമാണ്. ഇതിലെ വിട്ടുപോയ കളങ്ങളിലെ തീയതികൾ എഴുതുക. എ പാർട്ട് ഓഫ് ദ കലണ്ടർ ഈസ് ഷോൺ ഹിയർ, ഫൈൻഡ് ദ മിസ്സിംഗ് ഡേറ്റ്സ്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഒരു കലണ്ടറിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. അതിലൊരു നമ്പറും തന്നിട്ടുണ്ട് അല്ലേ, 13 ആണ്, അഥവാ 13 നമുക്ക് തന്നിട്ടുള്ളത്. ബാക്കിയുള്ള കോളംസ് ഫില്ല് ചെയ്യാനാണ്, ബാക്കിയുള്ള കള്ളികൾ
പൂർത്തിയാക്കാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അതിൻ്റെ തീയതികൾ എഴുതാനാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? 13ൻ്റെ തൊട്ടപ്പുറത്ത് ഏതായിരിക്കും? 12 ആയിരിക്കും, 12 ആയിരിക്കും അല്ലേ? അപ്പോൾ അത് എഴുതാം. ഇനി 13ന് നേരെ താഴെ എത്ര ആയിരിക്കും? നമുക്കറിയാം ഒരു ആഴ്ച 7 ദിവസങ്ങളാണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ 13ലേക്ക് 7 കൂട്ടിയാലായിരിക്കും നേരെ 13ന് താഴെയുള്ള സംഖ്യ കിട്ടുക. 13ലേക്ക് 7 കൂട്ടിയാൽ എത്രയാണ്? 14, 15, 16, 17, 18, 19, 20 അല്ലേ? 20നായിരിക്കും 13ൻ്റെ നേരെ താഴെയുള്ള ഡേറ്റ്. 20 കഴിഞ്ഞിട്ട് എത്രയായിരിക്കും? 21, 21 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് അവിടെ ഒരു empty കലണ്ടർ അല്ലേ തന്നിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിലെ ഒരു കലണ്ടറിൻ്റെ ഫോട്ടോ ആണ് തന്നിട്ടുള്ളത്. പക്ഷേ നോക്കൂ, എല്ലാ ഡേയ്സും ഉണ്ടോ അതിൽ? ഇല്ലല്ലേ. 8, 17, 29 അങ്ങനെ 3 ദിവസങ്ങളാണ്, 3 തീയതികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ കലണ്ടർ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന കലണ്ടർ പൂർത്തിയാക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെയാണ് എഴുതാം? ആദ്യം നമുക്ക് എന്ത് എഴുതാം? 8 മുതൽ ബാക്കിലേക്ക് എഴുതി നോക്കാം. ഓക്കെ, 7, 6, 5, 4, 3, 2, 1. നമുക്ക് മൺഡേ 1-ാം തീയതിയാണെന്ന് കിട്ടിയല്ലേ? ഇനി അങ്ങോട്ട് എഴുതാലോ. 8 കഴിഞ്ഞ് 8ന് ശേഷമുള്ളത് എഴുതാം. ഓക്കെ, 9, 10, 11, 12, 13, 14, 15, 16, 17. 17 അവിടെ തന്നിട്ടുണ്ടല്ലേ. ഇനി 17ന് ശേഷമുള്ള എഴുതാം. 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29. ഓക്കെ, ഇനി സെപ്റ്റംബർ മാസം എത്ര ദിവസങ്ങളാണ് മക്കളെ ഉള്ളത്? 30 ദിവസങ്ങളാണ് സെപ്റ്റംബർ മന്തിലുള്ളത്. അപ്പോൾ 29 കഴിഞ്ഞിട്ട് 30, 13 വരെ എഴുതിയാൽ മതി കേട്ടോ. 31 എഴുതേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ, ആ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 2025 എത്ര വെള്ളിയാഴ്ചകളുണ്ട്? ഹൗ മെനി ഫ്രൈഡേയ്സ് വിൽ ബി ദർ ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2025? അപ്പോൾ എന്താണ്, നമ്മൾ സെപ്റ്റംബറിൻ്റെ കലണ്ടറൊക്കെ ഫില്ല് ചെയ്തു അല്ലേ? അപ്പോൾ ഫ്രൈഡേയുടെ എത്ര ദിവസങ്ങൾ മാത്രം കൗണ്ട് ചെയ്യാം. ഏതൊക്കെ ഡേയ്സിലാണ് ഫ്രൈഡേ വരുന്നത് അത് കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണമാണെന്ന് എഴുതാം. നോക്കൂ, ഏതെല്ലാം ദിവസങ്ങളിലാണ് ഫ്രൈഡേ വരുന്നത്? 5, 12, 19 and 26 അല്ലേ? 5-ാം തീയതി, 12-ാം തീയതി, 19-ാം തീയതി, അതുപോലെ 26-ാം തീയതി. ഈ 4 ദിവസങ്ങളിലാണ് ഫ്രൈഡേ വരുന്നത്. അപ്പോൾ എത്ര ദിവസമുണ്ട്? 4 ദിവസം, 4 days. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് മക്കൾ കൗണ്ട് ചെയ്ത് എഴുതണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തിങ്കളാഴ്ച ഏതെല്ലാം തീയതികളിലാണ് വരുന്നത്? ഓൺ വിച്ച് ഡേറ്റ്സ് ഡസ് മൺഡേ ഫോൾ? അപ്പോൾ ഏതെല്ലാം തീയതികളിലാണ് തിങ്കളാഴ്ച വരുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്തായാലും കലണ്ടറൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ഏതെല്ലാം തീയതികളിലാണ് മക്കളെ തിങ്കളാഴ്ച വരുന്നത്, മൺഡേ ഉള്ളത്? 1, 8, 15, 22 and 29 അല്ലേ? 1-ാം തീയതി, അതുപോലെ 8-ാം തീയതി, 15-ാം തീയതി, 22-ാം തീയതി, 29-ാം തീയതി. ഇത്രയും ദിവസങ്ങളിലല്ല, ഇത്രയും ഡേറ്റ്സിലാണ്, ഇത്രയും തീയതികളിലാണ് തിങ്കളാഴ്ച വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇന്ന് മക്കളെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്